Hi friends, welcome to Elance Tuition. In this session, we are going to understand the calculation of gross profit. Okay, to find out gross profit, we are availed with the two methods. Okay, നമുക്ക് രണ്ട് രീതിയിൽ gross profit കാണാടാ. ഒന്ന് equation method. എന്താണ് equation method? മറ്റൊന്ന് by preparing ട്രേഡിംഗ് അക്കൗണ്ട്. ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ മെത്തേഡിലും സെയിം ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യാം. ആർ യു റെഡി? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വി ആർ അവൈൽഡ് വിത്ത് എ ഫ്യൂ transactions or items. So Mr. Ahmed provides the following information to find out his gross profit or gross loss. Okay, എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. It comes to 1,20,000. Then purchase during the year 2 lakh. Then direct expense, actually direct expense comes to 20,000. Closing stock 50,000. Sales comes to 3,50,000. Are you clear? ഓക്കെ അല്ലടാ? യെസ്. സോ ഇത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻ മെത്തേഡാ. ഏതാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇക്വേഷൻ മെത്തേഡ് പ്രകാരം സർ എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയും. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നെറ്റ് സെയിൽസ്, ഓക്കെ, നെറ്റ് സെയിൽസിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സർ നെറ്റ് സെയിൽസ് എവിടെ? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെയിൽസിൽ, ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ, ഓക്കെ, നമ്മൾ തിരിച്ചയക്കാറ് അല്ല, വിറ്റ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാറുണ്ട് അല്ലേ? ആ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നമുക്ക് എന്തില്ല, ആ ഒരു റിട്ടേൺ ഇല്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണതാ ഇവിടെ കാണുന്ന 3,50,000 തന്നെയാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും ഇല്ല. സോ മറ്റൊന്ന് കാണേണ്ട കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക. കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എക്സ്പെൻസ് പോലെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ, ലൈക്ക് വേജസ്, ഫ്രൈറ്റ്, ഒക്ട്രോയി, ഇതുപോലെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ധൈര്യമായിട്ട് ആഡ് ചെയ്തോളൂ. ലെസ് വാടികുളസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങോട്ട് ഡിഡക്റ്റ് ചെയ്തേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ മക്കളെ, നമുക്കിതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് പ്ലോട്ട് ചെയ്യാം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 1,20,000. എത്രയാണ്? 1,20,000 ആണ്. ദെൻ എനിക്ക് ആഡ് ചെയ്യേണ്ട എന്താണ്? നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടേണ്ടത്? നെറ്റ് പർച്ചേസ് കിട്ടേണ്ടത്. ബട്ട് ഹിയർ നമുക്ക് എന്തില്ലടാ, നമുക്ക് റിട്ടേൺസ് ഇല്ല. സോ ടോട്ടൽ പർച്ചേസിന് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് പർച്ചേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എവിടെ പർച്ചേസ്? എവിടെ? ദാറ്റ് ഈസ് 2 lakh rupees. സോ ഞാൻ എന്ത് ചെയ്യണം? ആ 2 lakh rupees ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ആൻഡ് വി ആർ അവൈൽഡ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് 20,000 ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി ചെയ്യാനുള്ളത് ലെസ് ആണ് സർ. ഓക്കെ, നമുക്ക് ലെസ് ചെയ്യാം. എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക്. ഹൗ മച്ച്? ക്ലോസിംഗ് സ്റ്റോക്ക് കംസ് ടു 50,000. ഓക്കെ, 50,000 ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിനെ ഞാൻ ഇവിടുന്ന് ലെസ് ചെയ്യുന്നു. ആർ യു ക്ലിയർ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? യെസ്, 50,000 ഞാൻ ഇവിടുന്ന് ലെസ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവും? സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 1,20,000 plus 2 lakh is equal to 3,20,000. Then plus 20 is equal to 3,40,000. 3,40,000 minus 50,000 is equal to 2,90,000. Okay, 2,90,000. ആർ യു ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ടാണോടാ നമ്മൾ വന്നത്? നോ, നെവർ. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വന്നവരാണ്. യെസ്, ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വന്നവർക്ക് രണ്ട് ഇൻഫർമേഷനാണ് വേണ്ടത്. ഒന്ന്, നെറ്റ് സെയിൽസ് എത്രയാണ്? ഏതാണ് ഇക്വേഷൻ? നെറ്റ് സെയിൽസ് എത്രയാണ്? അത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ. 3,50,000. ഓക്കെ, മൈനസ് 2,90,000. എന്താണ് ഇത്?
കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഹിയർ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് 60,000 rupees ഓൺലി. എത്രയാണ്? 60,000 ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുകൊണ്ട് സെയിം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹിയർ we are availed with a format. So this is trading account. ഇത് എന്താണ്? This is trading account. ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. നമുക്കറിയാം it has debit side and credit side. It has debit side and credit side. On the debit side of this particular account we will disclose all direct expense, whereas on the credit side we will disclose all direct income. എങ്ങനെ on the debit side നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും പ്ലേസ് ചെയ്യും. ഡയറക്റ്റ് ഇൻകം ഉണ്ടോ? that will be disclosed on the credit side of trading account. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാലോ? യെസ്, ഞാൻ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നടാ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഇവിടെ നോക്കാം അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു സർ? ദാറ്റ് ഈസ് 1,20,000. യെസ്, എത്രയാണ്? 1,20,000. ഓക്കെ, 1,20,000 ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തു. ആർ യു ക്ലിയർ? ഓക്കെ, ദ നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് ആണ് എനിക്ക് വേണ്ടത്. യെസ്, പർച്ചേസ്, ബിക്കോസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത്? പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കാനല്ല. എത്രയുടെ പർച്ചേസ് വന്നത്? 2 lakh rupees ആണ്. ഓക്കെ, 2 lakh rupees. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇട്ടു. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്തേക്കാം. ആർ യു ഓക്കെ? ക്ലിയർ ആണല്ലോ അവിടെ? യെസ്. ദെൻ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. എത്രയാണ്? 20,000 ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? വേജസ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തും, ഒക്ട്രോയി ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തും, കാരേജ് ഇൻവാർഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തും. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ക്യുമുലേറ്റഡ് ആയിട്ട് തന്ന് ഇറ്റ് കംസ് ടു 20,000 ഓൺലി. ഓക്കെ, 20,000. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഹിയർ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുക എന്താണ്? ഡയറക്റ്റ് ഇൻകം ആണ്. സോ നമുക്ക് ഒരേ ഒരു ഡയറക്റ്റ് ഇൻകമേ ഉള്ളൂ. അത് ഏതാണ്? ഒരേ ഒരു ഡയറക്റ്റ് ഇൻകം, ദാറ്റ് ഈസ് അവർ സെയിൽസ് അല്ലേ? ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം. ഈ സെയിൽസിനെ എടുത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാണ്. ഓക്കെ, ഇതാ ക്രെഡിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിനെ പ്ലേസ് ചെയ്തു 3,50,000 rupees. ഒരു സീറോ കൂടെ അല്ലേ? 3,50,000 ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. കാരണം എന്താ? ഡയറക്റ്റ് ഇൻകം ആണ്. ആർ യു ഓക്കെ? ദെൻ ഇനി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ വരുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നുള്ളത്? 50,000 ആയിരുന്നു ഉള്ളത്. 50,000. ഓക്കെ, എല്ലാ ഇൻഫർമേഷൻസും പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എല്ലാ ഇൻഫർമേഷനും പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ടേക്ക് ദി ഡിഫറൻസ്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ ബാലൻസ് ചെയ്തോളൂ. ടേക്ക് ദി ഹ്യൂജ് സൈഡ്. എവിടെയാണ് കൂടുതലുള്ളത്? വലിയ സൈഡ് ഏതാണ്? ഇതാ ക്രെഡിറ്റ് സൈഡാണ്. ഇവിടെ 4 lakh ടോട്ടൽ വരുന്നുണ്ട്. ഓക്കെ, 4 lakh ഞാൻ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്തു. ടേക്ക് ദി സെയിം എമൗണ്ട് ടു ദി ഡെബിറ്റ് സൈഡ്. ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? 4 lakh പ്ലേസ് ചെയ്തു. 4 lakh പ്ലേസ് ചെയ്തു. ദെൻ ടേക്ക് ദ ഡിഫറൻസ്. 1,20,000 പ്ലസ് 2 lakh, 3,20,000. ദെൻ 3,40,000. 3,40,000ഉം 4 lakhന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 60,000 ആണ്. 60,000 ആണ്. ഇവിടെ ഡയറക്റ്റ് ഇൻകം കൂടുതലും ഡയറക്റ്റ് എക്സ്പെൻസ് കുറവുമാണ്. therefore റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്താണ് റിസൾട്ട് വന്നിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചപ്പോൾ റിസൾട്ട് എത്രയാണ്? 60,000 എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ ഇക്വേഷൻ ചെയ്തപ്പോൾ എന്താണ്? 60,000 ഗ്രോസ് പ്രോഫിറ്റ് ആസ് പെർ ഇക്വേഷൻ മെത്തേഡ്. ആർ യു ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസങ്ങളും നമ്മൾ ലൈവ് ക്ലാസ്സായിട്ട് ഇലാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും മികച്ച അധ്യാപകർ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് കൃത്യമായ നോട്ടിഫിക്കേഷൻസും വീഡിയോസും ലഭിക്കുന്നതായിട്ട് എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്.